സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപ ലഭിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാധാരണഗതിയിൽ പരസ്യപ്രകാരം, പ്രത്യേകിച്ച് സ്വിഗ്ഗിയുടെ പരസ്യപ്രകാരം മന്ത്ലി 50,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ സ്വിഗ്ഗി ഡെലിവറി ജോലിയുടെ ഏകദേശ സാലറി, ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 13,000 രൂപ തൊട്ട് 24,000 രൂപ വരെയാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിൽ പോലും 23K വരെയാണ് സാധാരണഗതിയിൽ കിട്ടാറുള്ളത്. പക്ഷേ അപൂർവമായ ചില ആളുകൾക്ക് അതായത് ഏകദേശം 10% വരുന്ന ആളുകൾക്ക് എങ്കിലും ഒരു 40,000 രൂപ മന്ത്ലി സേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്നുണ്ട്. 50,000 രൂപ മാസം ലഭിക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന, അതായത് 8.5 ലക്ഷം രൂപയോളം വില വരുന്ന കാർ വരെ വാങ്ങിച്ചവർ ഈ ഡെലിവറി ജോബ് ചെയ്ത് വാങ്ങിച്ചവരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പ്രധാനമായിട്ടും കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് പ്രധാനമായിട്ടും സ്വിഗ്ഗിയുടെ ആപ്പ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും ജീവിത നിലവാര സൂചിക ഉയർന്ന ജില്ലകളിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഫുഡ് ഡെലിവറി ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. പ്രധാനമായിട്ടും സ്വിഗ്ഗിയുടെ അല്ലെങ്കിൽ സൊമാറ്റോയുടെ ഒക്കെ പ്രധാന കച്ചവടത്തിൻ്റെ ചില സമയങ്ങളിലാണ് പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ലഞ്ച്, ടീ, സ്നാക്സ്, അതായത് ഈവനിങ് ടൈം, പിന്നെ ഡിന്നർ, അങ്ങനെ 4 നേരത്തിലാണ് 4 നേരമാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ചുരുങ്ങിയത് നല്ല രീതിയിൽ പണം സമ്പാദിക്കണമെങ്കിൽ 3 ഷിഫ്റ്റെങ്കിലും 3 രീതിയിലുള്ള ഭക്ഷണമെങ്കിലും നമ്മൾ എടുത്തിരിക്കണം. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ലഞ്ച്, പിന്നെ ഡിന്നർ, അല്ലെങ്കിൽ ടീ, സ്നാക്സ് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ലഞ്ച്, സ്നാക്സ്, ഈ പറഞ്ഞ മാതിരി നൈറ്റ് ഓടുക. നൈറ്റ് മസ്റ്റായിട്ടും ഓടണം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഓർഡർ വരുന്നത് 7 മണി തൊട്ട് 9 മണി വരെ, ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് വർക്കിന് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയുടെ കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗം പേരും ലേഡീസാണെന്ന് കാണാൻ കഴിയും. ഞാൻ ഒരുപാട് തവണ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണാം ഏറ്റവും കൂടുതലും ഫുഡ് ഓർഡർ ചെയ്യുന്നത് ലേഡീസാണ്. അതുമാത്രമല്ല, ഓരോ ദിവസവും ഓരോ വർഷങ്ങൾ കഴിയുന്തോറും, വർഷങ്ങൾ കഴിയുന്തോറും ഈ ഓൺലൈൻ ബിസിനസ് ശക്തമായിട്ട് നഗരങ്ങളിൽ, അതുപോലെ ഗ്രാമങ്ങളിലൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ രുചികരമായ ഭക്ഷണം കഴിക്കുവാനും വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, കുക്കിംഗ് പഴയ പോലെ എന്നുള്ള രീതിയൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വേണം കരുതുവാൻ. എല്ലാവരും ജോലിക്കാർ, സ്ത്രീയും പുരുഷനൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതലും ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ വല്ല സ്കോപ്പ് കൂടുതലുണ്ട്. അതുകൊണ്ട് കാലക്രമേണ ഇതിൻ്റെ വളർച്ച ഗണ്യമായ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊമാറ്റോയിലാണെങ്കിൽ നമ്മൾ അത് ബുക്ക് ചെയ്തിട്ട് വേണം കയറാൻ. സ്വിഗ്ഗി ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം. അതുമാത്രമല്ല, ഈ ഓൺലൈൻ ഡെലിവറി ജോബ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിക്ക് വളരെയധികം സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നേരം വൈകി ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ മറ്റ് ടീമംഗങ്ങളുമായിട്ട് എപ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, സോളോ വർക്കാണ്. അതുമാത്രമല്ല, നമ്മുടെ ജോലിയുടെ ബോസ് നമ്മൾ തന്നെ ആയിത്തീരുകയാണ്. ആ ഒരു രീതി കൂടി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ യൂണിഫോം, അതുപോലെ ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അത് ആ ഒരു ചില ക്രൈറ്റീരിയകളുണ്ട്, ചില നിബന്ധനകളുണ്ട് ഈ ജോബിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. സ്വിഗ്ഗിയുടെ തന്നെ 2 തരത്തിലുള്ള ഒന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റമാർട്ട് ഉണ്ട്. ഇൻസ്റ്റമാർട്ട് എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഏകദേശം വീടുകൾ, ഫ്ലാറ്റുകളൊക്കെ ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. അത് എപ്പോഴും നമ്മളിപ്പോൾ കൂടുതലും നിങ്ങൾ ഒരു എക്സ്ട്രോവേർട്ടായ ആളുകളാണ്, കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇൻസ്റ്റമാർട്ട് പോലുള്ള ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ സാധനം എടുക്കുക, അവിടെ ഒരു 10-16 അല്ലെങ്കിൽ 20 പരം തൊഴിലാളികളുണ്ടാവും. അപ്പോൾ അവരായിട്ട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ സമയം കിട്ടും. ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ഈ പറഞ്ഞ മാതിരി രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം രാത്രി വരെ ജോലിയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ യൂണിയൻകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഹെഡ് ലോഡിങ് ചെയ്തതിന് ശേഷം പിന്നെ വിശ്രമിക്കാം, പിന്നെ വീണ്ടും ചെയ്യുക. ആ ഒരു രീതിയാണ് ഈ ഇൻസ്റ്റമാർട്ട് ഫോളോ ചെയ്യുന്നത്. അതേസമയം ഫുഡ് ഡെലിവറി ആണെങ്കിൽ അങ്ങനെയല്ല. അത് ഓരോ റെസ്റ്റോറൻറ്റ് കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഓർഡർ, ഇപ്പം ഒരു
സൂഫി മന്തി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ എടുത്തതെങ്കിൽ ചിലപ്പോൾ അടുത്ത ഹോട്ടലിൽ ഇപ്പം തോംസൺ കസ പോലെയുള്ള വേറെ ഏതെങ്കിലും ഷോപ്പായിരിക്കും. അങ്ങനെ വ്യത്യസ്ത റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യേണ്ടി വരും. അവിടുന്ന് ഓർഡർ നമ്മൾ സ്വീകരിച്ച് കൊണ്ടു കൊടുക്കേണ്ടി വരും. അപ്പം ആളുകളായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. കൂടുതലും ശരിക്കും അതൊരു സോളോ വർക്കാണ്. അപ്പം ആ രീതിയാണ് ഫുഡിൻ്റെ. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് സൗഹൃദങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് എന്ന് വരില്ല. പക്ഷേ എന്നാലും ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഏണിങ്സാണ് പ്രധാനം. അപ്പം നമ്മൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വിഗ്ഗിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണം നമുക്ക് വർക്കിന് കയറാം, അതുപോലെ ഇറങ്ങാൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്ര പേരാണ് ജോലിക്ക് വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അതാണ് ഏറ്റവും ഒരു ചെറിയ പ്രോബ്ലം. കാരണം ചില ദിവസങ്ങൾ ഒരുപാട് തൊഴിലാളികളുണ്ടാവും, ചില ദിവസങ്ങൾ തൊഴിലാളികൾ കുറവായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് ഓർഡറുകൾ വ്യത്യാസപ്പെടാം. സാധാരണഗതിയിൽ തിങ്കൾ, അതുപോലെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലൊക്കെ സാധാരണ ഓർഡർ കുറവാണ്. വെള്ളി, ശനി, ഞായറാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളി, ശനി, ഞായറൊക്കെ പ്രധാനമായിട്ട് നമുക്ക് 1000 രൂപ നമുക്ക് ഈസി ആയിട്ട് സമ്പാദിക്കാൻ കഴിയും. അതേസമയം മറ്റ് ദിവസങ്ങളിൽ ചിലപ്പോൾ കുറവ്. തിങ്കളാഴ്ച അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൻ്റെ ചെറിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയാണ്. അതായത് ഒന്ന് വെയിൽ അല്ലെങ്കിൽ മഴ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊള്ളേണ്ടി വരും. മഴയത്ത് നമുക്ക് കൂടുതൽ ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റും. അത് കൂടുതൽ ഓഫറുകളൊക്കെ മഴയത്ത് കമ്പനി തരും. പക്ഷേ മഴ നനഞ്ഞ് കൊണ്ട് ഓടാനുള്ള ഒരു കാര്യക്ഷമത നമുക്ക് വേണം. അതുപോലെ തന്നെ വെയിൽ മാർച്ച്, മെയ് ആ സമയങ്ങളിൽ, ഏപ്രിലൊക്കെ ആകുമ്പോൾ നല്ല വെയിലുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും സുഖകരമായ ഒരു വർക്കാണ് നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. പക്ഷേ കമ്പനി പറഞ്ഞത് ഇപ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ 60,000 രൂപയൊക്കെ കാണിക്കുന്നുണ്ട്, മാസം 60,000. അത്രയും ഏൺ ചെയ്യാൻ കഴിയില്ല. ഏകദേശം നമുക്ക് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഏകദേശം വളരെ കുറഞ്ഞ ആൾക്ക് ഡെയിലി 1000 രൂപ സമ്പാദിച്ചാൽ പോലും 28 ദിവസം കൊണ്ട് 28 30,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയും. ചില ആളുകൾക്ക് 40,000 രൂപ, ഇപ്പം കാക്കനാടൊക്കെ വർക്ക് ചെയ്യുന്ന ചില ആളുകൾക്കൊക്കെ 40,000 രൂപ യോളം മാസം സമ്പാദിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ വേറെ ജില്ലകൾ, ഇപ്പോൾ ഇടുക്കി പോലെയുള്ള ജില്ല, കോട്ടയം പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ വന്ന് എറണാകുളത്ത് താമസിച്ച് അവിടെ റൂം എടുത്ത് താമസിച്ച് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇതൊക്കെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് എല്ലാ ജില്ലകളിലും ഇല്ല എന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പക്ഷേ എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ചെറുപ്പക്കാർ മാത്രമായിരുന്നു സ്വിഗ്ഗി പോലുള്ള മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ മിഡിൽ ഏജിലെത്തിയ ആൾക്കാർ തൊട്ട് ഒരു വൃദ്ധരായിട്ട് ആളുകൾ വരെ ഇപ്പം ഈ ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല സ്ത്രീകൾക്കും വർക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ 2 വീലർ വേണം, അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്, കുറച്ച് പൗച്ച്, അങ്ങനെയുള്ള ചാർജർ, നമ്മുടെ ഈ പവർ ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയോ ഈ ജോബ് ചെയ്യാൻ. മറ്റേ അതുപോലെ തന്നെ മുമ്പ് കാറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്, കാറ് എറണാകുളത്തുള്ള ഒരാളാണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് പണത്തിന് കൂടുതൽ ആവശ്യകതയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നുള്ളൂ, കൂടുതൽ നേരം സമയം ലാഭിക്കുക. ചില ആളുകളൊക്കെ 2 ഷിഫ്റ്റൊക്കെ എടുക്കുകയുള്ളൂ. അതായത് എനിക്കറിയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ലഞ്ച് എടുക്കും, പിന്നെ ഡിന്നർ എടുക്കും. ഈ 2 ഷിഫ്റ്റ് എടുക്കുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, അതുപോലെ ടീ സ്നാക്സ് സ്കിപ്പ് ചെയ്യും. പക്ഷേ വാസ്തവത്തിൽ 4 രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ഓടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പെൺകുട്ടികൾക്കും ഇത് സ്വാഗതാർഹമായ ഒരു വർക്ക് തന്നെയാണ്. കാരണം 2 വീലർ ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രം മതിയാവും. പിന്നെ ഒരുപാട് ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട എങ്കിൽ ഇൻസ്റ്റമാർട്ട് പോലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക, തിരിച്ചു വരിക, അത് കഴിഞ്ഞ് വീണ്ടും ഓർഡർ അടിക്കുമ്പോൾ വീണ്ടും കൊണ്ട് കൊടുക്കുക. അതൊരു സുഖകരമായ വർക്കാണ്. അതേസമയം പുതിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് സഞ്ചരിക്കുവാനും താല്പര്യമുള്ളവർക്കും സ്വിഗ്ഗി മറ്റേ ഫുഡ് ഡെലിവറി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനതാണ് കൂടുതൽ ചെയ്യുന്നത്. അത് ഒരു റെസ്റ്റോറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഇത് നല്ലൊരു വർക്ക് തന്നെയാണ്. പക്ഷേ പരസ്യങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. പിന്നെ നമുക്ക് ഏതൊരു വർക്കും എല്ലാ ആളുകൾക്കും അനുയോജ്യമായി തീരണമെന്നില്ല. ചിലപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്, നല്ല AC റൂമിലൊക്കെ ഇരുന്ന ആൾക്ക് ചിലപ്പോൾ ഈ വർക്ക് പെട്ടെന്ന് എന്താ പറയുക സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം ചില പോരായ്മകൾ എന്ന് പറയുന്നത് ഈ
വാഹനം നമ്മൾ വളരെയധികം ഓടിക്കണം. വാഹനത്തിൻ്റെ കേടുപാടുകൾ, അതിൻ്റെ മെയിൻ്റനൻസ്, അത്തരം കാര്യങ്ങളൊക്കെ വരാം. എങ്കിലും സുഖകരമായ ജോലി തന്നെയാണ് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ജോബ് അവരുടെ കമ്പനി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കാരണം ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിന് ബോസ് നമ്മൾ തന്നെ. ആരും നമ്മളെ ഭരിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ ടീം അംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ചെറിയ ചില കസ്റ്റമേഴ്സായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെടാതിരിക്കാനുള്ള സംവിധാനം ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ കറക്റ്റ് റെസ്പോൺസിബിൾ ഉണ്ടാക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഭാഗത്ത് ഉണ്ടായ ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ എങ്കിലും 90% അത്തരം പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതാണ്. നല്ലൊരു വർക്ക് തന്നെയാണ്. പക്ഷേ ഈ കമ്പനി പറയുന്ന അത്രയും വലിയൊരു തുക ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. ഏകദേശം ഒരു 40,000 രൂപയോളം സമ്പാദിക്കുന്നവരുണ്ട്. പക്ഷേ അത് 100-ൽ ഒരു 10% താഴെ, അല്ലെങ്കിൽ 5% താഴെ ആയിരിക്കും. ബാക്കി ആവറേജ് ഇൻകമാണ് പറഞ്ഞത്. ഏകദേശം 22, 24, ഒരു 13 തൊട്ട് 24,000 രൂപ വരെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും പണം സമ്പാദിക്കാൻ കഴിയും. ഓക്കെ.